ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജാനുവരി 26-നാണ്. അതൊരു സൺഡേ ആണ്. കാനഡയിൽ ഇപ്പോൾ വിൻ്റർ സീസണാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു ഈവനിങ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഈ ഒരു കോൾഡ് ക്ലൈമറ്റുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിൻ്റർ സീസണിലേക്ക് അവനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വാക്കിന് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് ഹീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അങ്ങനെ തണുപ്പ് അധികം കൊള്ളേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് അവനെ പുറത്തിറക്കാറുണ്ട്. അതായത് അവൻ്റെ ബോഡി ഇങ്ങനത്തെ ഒരു തണുത്ത ക്ലൈമറ്റുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ചെറിയ വാക്കിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഇവിടെയുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും താഴെ ഇതുപോലെ നല്ല ഭംഗിയുള്ള വിശാലമായിട്ടുള്ള കോർട്ട്യാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നടക്കാനിറങ്ങാനും, അതുപോലെ തന്നെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പെറ്റ്സിനെയൊക്കെ നടത്തിക്കാനും, പിന്നെ അതുപോലെ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് അങ്ങനെ അധികം ആരും നടക്കാനൊന്നും ഇറങ്ങാറില്ല. പിന്നെ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെറ്റ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെറ്റ്സിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങാറുണ്ട്. അതല്ലാതെ അങ്ങനെ ആരും വാക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്നും ഇറങ്ങാറില്ല. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇറങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അവനെ ഈ ഒരു കോൾഡ് ക്ലൈമറ്റുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ഇങ്ങനെ ഒരു വാക്കിന് ഇറങ്ങിയത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വാക്ക് വേസ് എന്ന് പറയുന്നത് നല്ല മഞ്ഞുള്ള സമയത്ത് ഫുൾ മൂടിക്കിടക്കുകയായിരിക്കും. അപ്പോൾ ഏകദേശം മഞ്ഞൊക്കെ ഒന്ന് തോർന്നു കഴിയുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇതൊക്കെ അങ്ങ് ക്ലിയർ ചെയ്ത് മാറ്റി ഇടാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഇങ്ങനെ മഞ്ഞ് കൂടിക്കിടക്കുന്നത്. അതായത് നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ക്ലിയർ ചെയ്ത് രണ്ട് സൈഡിലേക്കും അങ്ങ് മാറ്റി വെക്കുകയാണ് യൂഷ്വലി ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയുള്ള കാർ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ പാർക്കിംഗും ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്പൺ പാർക്കിംഗ് ആണ്. ഈ കാണുന്നത് ഞങ്ങളുടെ കാറാണ്. അപ്പോൾ ഓപ്പൺ പാർക്കിംഗ് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ സ്നോഫോൾ ഉണ്ടെങ്കിൽ രാവിലെ നമ്മളിപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് പാർക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാറ് മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാനായിട്ട്. ഈ കാണുന്നത് നമ്മൾക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റോണിൻ്റെ ടേബിളും അതുപോലെ തന്നെ ചെയർ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പം നല്ല സ്നോഫോൾ ഉണ്ടായത് കാരണം ഇതെല്ലാം നല്ല രീതിയിൽ മൂടിക്കിടക്കുകയാണ്. അതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ടാലേ അറിയാം, അതായത് നല്ല രീതിയിൽ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ കാണുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു വാക്ക് വേ ആണ്. പക്ഷേ ഇത് വിൻ്ററിൻ്റെ സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇതിലൂടെ നടക്കുമ്പോഴേക്കും വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. പക്ഷേ നല്ല തരിതരി പോലെയുള്ള സ്നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് നടന്നു പോവാം. പക്ഷേ ബ്ലാക്ക് ഐസ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴും. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആ ഒരു സ്പ്രിംഗ് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം ഗ്രീൻ ആയിരിക്കും. ഇവിടെ നിറയെ പൂക്കളായിരിക്കും. അതും കാണാൻ നല്ല ഭംഗിയാണ്. വിൻ്റർ സീസണിൽ ഇതിന് മറ്റൊരു ഭംഗിയും, അതുപോലെ സ്പ്രിംഗ് സീസണിൽ മറ്റൊരു ഭംഗിയുമാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു വിൻ്റർ ടൈമിൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ല എങ്കിൽ നമ്മുടെ കാൽ കൊണ്ട് വെക്കുന്നത് പെറ്റ്സിൻ്റെയൊക്കെ യൂറിനിലായിരിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ ഒരു യെല്ലോ കളറിൽ ഇതിൻ്റെ യൂറിൻ നമുക്ക് കാണാം. അതായത് സ്നോ ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റും.
ഇവിടെയുള്ള മറ്റൊരു നല്ല ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബ്ലൂ കളറിലെ സ്ട്രക്ചറാണ്. അത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വന്ന് ചെയ്യാവുന്നതാണ്. അതിന് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫ്രീ ആണ്. അത് വീൽ ചെയർ ആക്സസ് ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് ഏരിയയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കിലുള്ള കോർട്ട്യാർഡാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷേ ആ ഒരു സ്വിമ്മിംഗ് പൂള് ഈ ഒരു വിൻ്റർ സീസണിൽ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അത് സമ്മർ ടൈമിന് ഓപ്പൺ ചെയ്യത്തുള്ളൂ. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൂളെന്ന് പറയുന്നത് അതിപ്പോൾ ഫ്രീസായി കിടക്കുകയായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ പൂള് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നതാണ് പൂള്. അവിടെ ഒരു ഗ്രില്ലുണ്ട്, അതിൻ്റെ അപ്പുറം പൂളാണ്. അപ്പോൾ അത് മൊത്തം ഫ്രീസായി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ച പോലെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആൾ വളരെ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഏകദേശം നടന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുവാണ്.